ഇന്ന് വീണ്ടും ഒരു പിക്നിക്കിന് പോയാലോ? ബസ് നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പോവാൻ തുടങ്ങുന്നതിന് മുമ്പ് ബസ് പണി നിന്ന് അതിലൊന്നും തളരാതെ മുന്നോട്ട് പോണ ഡീനാണ് നിങ്ങൾ കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയപ്പോഴത്തേക്കും എല്ലാവരും ഡാൻസ് കളിയൊക്കെ തുടങ്ങി. ഇനി വട്ടത്തിൽ ഓടുന്നതാണോ ഡാൻസ് എന്ന് ചോദിക്കേണ്ട, ഒരു വയസ്സായാലും ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ. അതിന്റെ ഇടയ്ക്കായിട്ട് തന്നെ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ റെഡിയായി. മീനും ബാക്കി ചിക്കൻ പൊരിച്ചൊക്കെ അതിന് സ്പെഷ്യൽ ആയിട്ട്. പിന്നെ ഇൻട്രോ ആയിരുന്നു. ഇനി ഹിന്ദി കേട്ടിട്ട് ഹേ ആണോ ഹൂ ആണോ ഹും ആണോ എന്ന് ചോദിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോത്തിനേക്കും കസാരക്കളിയൊക്കെ തുടങ്ങി. നോക്കണ്ട, ഫുള്ള് കള്ളക്കളിയാണ്. ഡാൻസ് അറിയുന്നവർ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കും, അല്ലാത്തവർ അവിടെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും, അത്ര തന്നെ. പിന്നെ എല്ലാരും കൂടിയിട്ട് ഹൗസി കളിക്കാൻ തുടങ്ങി. ഈ കളിനെ കുറിച്ച് വല്ലാതൊന്നും അറിയില്ലെങ്കിലും അവസാനം നമ്മൾ തോറ്റെന്ന് മനസ്സിലായി. ഞാൻ മാത്രല്ല, ഇയാളും തോറ്റു തൊപ്പിട്ട് നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരാൾ പോയിട്ട് കുതിരമ്മ കയറിയിട്ട് മെയിനാവാൻ തുടങ്ങി. കുതിരയാണോ കൈതാണോ എന്ന് മനസ്സിലാത്തോണ്ട് നമ്മളതിമ കയറാൻ നിന്നില്ല. പിന്നെ വീണ്ടും ഇന്ദ്രതക്കം എന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ചു കുത്തിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഡീൻ സാറിനെ എടുത്തിട്ട് ഒരു പൊക്കലങ്ങ് പൊക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെ കൊണ്ട് താങ്ങൂലാന്ന്. അടുത്ത പരിപാടി ലെമൺ സ്പൂൺ ആയിനി. വീഡിയോ എടുത്ത അവസാനം അതിലും തോറ്റ് നമ്മള്. എല്ലേലും നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ജയിച്ചാല് കിട്ടുന്ന ഈ ഒരു ബിസ്ക്കറ്റ് ഇവർക്കെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ബോട്ട് റൈഡിങ്ങിനായിരുന്നു. ബ്രഹ്മപുത്രയെക്കൂടുള്ള ആ ഒരു ബോട്ട് റൈഡ് വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു. ബോട്ട് റൈഡ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കുള്ള ഫുഡ് അവിടെ സെറ്റ് ആയിരുന്നു. അസാമിലെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് കുറ്റം പറയാനുണ്ടെങ്കിലും ഇവിടുത്തെ ലോക്കൽ ഫുഡിന് വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത വ്ളോഗ് വരെ ബൈ.